പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഒറ്റവരി ഗതാഗതക്കുരുക്ക് പരിഹാരമകലെ പാലത്തിന്റെ തകർന്ന കൈവരികൾ പുനർനിർമ്മിക്കാൻ ഇനിയും താമസിച്ചേക്കും. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പാണ് അറ്റകുറ്റപ്പണിക്ക് തടസ്സമെന്ന മുഹമ്മദ് മുഹസിൻ MLA സ്ഥിരീകരിച്ചു. മുന്നറിയിപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൈവരികൾ നിർമ്മിക്കുന്നത് അവിവേകമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഒറ്റവരി ഗതാഗതം മൂലം പാലത്തിനിരുവശവും വലിയ തിരക്കും ടൗണിൽ ഗതാഗത സ്തംഭനവുമാണ്. ആയിരക്കണക്കിന് വാഹനങ്ങളോടുന്ന പാതയിൽ പട്ടാമ്പി പാലത്തിന്റെ ദുരവസ്ഥ ഗുരുതര പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത്. പുതിയ പാലം എന്ന ശാശ്വത പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കണമെന്നാണ് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ഥലമേറ്റെടുപ്പാണ് പുതിയ പാലം യാഥാർത്ഥ്യമാക്കാനുള്ള വെല്ലുവിളി. 43 ഭൂവുടമകളിൽ നിന്ന് സ്ഥലം വിട്ടുകിട്ടേണ്ടതുണ്ട്. ഇതിന് ജില്ലാ കളക്ടർ ഇടപെടണമെന്ന് കഴിഞ്ഞ ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ പട്ടാമ്പി ടൗണിലെ ഗതാഗതക്കുരുക്ക് തീർക്കാൻ പോലീസ് വടിയെടുത്തു. പൊതുജനദ്രോഹമെന്ന പരാതിപ്രളയത്തെ തുടർന്ന് ജൂലൈ 30-ന് പട്ടാമ്പി പാലം അടച്ച ശേഷമാണ് ടൗണിൽ നിയന്ത്രണം കർക്കശമാക്കിയത്. പാലം അടച്ചതോടെ പട്ടാമ്പി ഒറ്റപ്പെടുകയും യാത്രക്കാർക്ക് കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കേണ്ടി വരികയും ചെയ്തതോടെ പാലം തുറക്കാൻ മുറവിളി ശക്തമായി. ഇതേ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പാലം താൽക്കാലിക കൈവരിയുണ്ടാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഉറപ്പുള്ള കൈവരിയില്ലാത്തതിനാൽ ഒരു സമയം ഒരു ദിശയിലേക്ക് മാത്രം വാഹനങ്ങൾക്ക് കടന്നുപോകാനാണ് അനുമതി നൽകിയത്. വാഹനപ്പെരുപ്പം കാരണം വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്കിനാണ് നിയന്ത്രണം ഇടവരുത്തിയത്. പോലീസ് പാലത്തിനിരുവശത്തും നിയന്ത്രണത്തിനായി നിലകൊണ്ടെങ്കിലും കുരുക്കിന് അയവു വന്നില്ല. ഇതോടെ ടൗണിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി ശക്തമാക്കി. പാർക്കിംഗ് അനുവദിച്ച സ്ഥലങ്ങളിലൊഴികെയുള്ള വാഹനങ്ങൾ നടപടിക്ക് വിധേയമായി. നിരവധി വാഹനങ്ങൾക്ക് പിഴ ചുമത്തി. ഗതാഗതം തടസ്സപ്പെടും വിധം സിഗ്നൽ പോയിന്റുകളിൽ പോലും അലസമായി ദീർഘനേരം നിർത്തിയിടുന്ന വാഹനങ്ങളുണ്ട്. ഇവയ്ക്കെതിരെയുള്ള നടപടി ന്യായീകരിക്കാമെങ്കിലും വിവിധ ആവശ്യങ്ങൾക്കായി നിർത്തിയിട്ട വാഹനങ്ങൾക്കും പിഴ ചുമത്തിയതോടെ സമ്മിശ്ര പ്രതികരണമാണ് പോലീസ് നടപടി നേരിടുന്നത്. ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്. കാരണം വലിയ ഹെവി ഭാരവാഹനങ്ങൾ, ബസ് ഒഴിച്ച് ബാക്കി ഭാരവാഹനങ്ങൾ പൂർണ്ണമായിട്ട് കൈവരി വരുന്നത് വരയ്ക്ക്, അല്ലെങ്കിൽ ഇനിയൊരു റിവ്യൂ നടക്കുന്ന വരയ്ക്ക് അത് ആലോചിക്കും. അപ്പൊ ഇപ്പോൾ അടിയന്തരമായിട്ട് ഭാരവാഹനങ്ങൾ എന്തായാലും കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഒരു വൺ വേ ആയിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വൺ വേ ആയി ഓരോ ഭാഗവും അതുപോലെ ക്ലിയർ ചെയ്യുക. അപ്പൊ ടൗണിൽ ചിലപ്പോൾ തിരക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒന്ന് ട്രയൽ നോക്കിയിട്ട് പിന്നീട് പോലീസ് ട്രാഫിക് സംവിധാനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളത് അറിയിക്കും. UTV ന്യൂസ്, പാലക്കാട്.